ഹലോ സ്റ്റുഡൻസ്, നമ്മളെ ഇത് ഡിസ്കസ് ചെയ്യുന്നത് ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ് ഇൻ മെഡിസിൻ ആണ്. മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ RDNA ടെക്നോളജി എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നോക്കാം. മെഡിക്കൽ ഫീൽഡിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് മെഡിസിൻസിന്റെ പ്രൊഡക്ഷൻ ആണ്, അല്ലേ? മെഡിസിൻസ് ഓർ തെറാപ്യൂട്ടിക് ഡ്രഗ്സിന്റെ പ്രൊഡക്ഷൻ. സോ റീകോമ്പിനന്റ് DNA ടെക്നോളജി വഴി നമുക്ക് തെറാപ്യൂട്ടിക്സ് പ്രൊഡക്ഷൻ എങ്ങനെ നടത്താമെന്ന് നോക്കാം. ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്നത് ഇൻസുലിൻ പ്രൊഡക്ഷൻ ആണ്, ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡക്ഷൻ. ഓക്കെ, ആൻഡ് ഇങ്ങനെ ഉള്ള തെറാപ്യൂട്ടിക്സിന്റെ റീകോമ്പിനന്റ് തെറാപ്യൂട്ടിക്സിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദേ ഡു നോട്ട് ഇൻഡ്യൂസ് അൺവാണ്ടഡ് ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസസ്. അനാവശ്യമായിട്ടുള്ള അലർജിക് റിയാക്ഷൻസ് ഒന്നും ഇവരുണ്ടാക്കത്തില്ല. മറ്റ് നോൺ ഹ്യൂമൻ റിസോഴ്സസിൽ നിന്നും നമ്മൾ ഐസൊലേറ്റ് എടുക്കുന്ന പ്രൊഡക്ട്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അനാവശ്യമായിട്ടുള്ള ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസസ് ഒന്നും ഈ റീകോമ്പിനന്റ് തെറാപ്യൂട്ടിക്സ് ഇൻഡ്യൂസ് ചെയ്യത്തില്ല. ആൻഡ് ഏകദേശം ഒരു 30 റീകോമ്പിനന്റ് തെറാപ്യൂട്ടിക്സ് ഇപ്പോൾ വേൾഡ് ഓവർ ഹ്യൂമൻ യൂസിന് വേണ്ടിയിട്ട് അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. നമ്പർ ഒക്കെ നോട്ട് ചെയ്യണം, 30 റീകോമ്പിനന്റ് തെറാപ്യൂട്ടിക്സ്. ആൻഡ് 12 ഓഫ് ദീസ് ആർ പ്രസന്റ്ലി ബീങ് മാർക്കറ്റഡ് ഇൻ ഇന്ത്യ. നമുക്കിനി ഇൻസുലിൻ പ്രൊഡക്ഷനിലോട്ട് വരാം. ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ ഓർ ഹ്യൂമുലിൻ. ഹ്യൂമുലിൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഇൻസുലിൻ. ഇൻസുലിൻ എന്താണ്? ഇൻസുലിൻ ഈസ് എ ഹോർമോൺ. ഇൻസുലിൻ ഒരു പ്രോട്ടീൻ ഹോർമോൺ ആണ്, പ്രോട്ടീൻ ഓർ പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. ആൻഡ് ഏത് ഓർഗനാണ് അത് സെക്രീറ്റ് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിൽ പാൻക്രിയാസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് സെൽസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിലെ ആൽഫ സെൽസും ബീറ്റ സെൽസും അവർ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആൽഫ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലൂക്കാഗോൺ, ബീറ്റ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. ആൻഡ് വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദിസ് ഹോർമോൺ? നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയ്ക്കുക. ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയ്ക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. അപ്പോൾ ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉള്ള ആളുകളിലാണ് ഡയബറ്റിസ് എന്ന അസുഖമുള്ള, അല്ലെ, ഡയബറ്റിസ് മെല്ലിറ്റസ്. അപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ സഫീഷ്യന്റ് ആയിട്ട് നടക്കുന്നില്ല. ഓർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയ്ക്കാൻ, ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയ്ക്കാൻ മതിയാവുന്നില്ല. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇൻസുലിൻ പുറത്തുനിന്ന് ആ രോഗിക്ക് ഇൻജക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും, അല്ലെ? അപ്പൊ ഇൻസുലിൻ മെഡിസിൻ ആയിട്ട് അവൈലബിൾ ആണ് ടു ഇൻജക്ട് ഇൻ ടു ഡയബറ്റിക് പേഷ്യൻസ്. നേരത്തെ നമ്മൾ ഈ ഇൻസുലിൻ ഐസൊലേറ്റ് ചെയ്തെടുത്തിരുന്നത് മറ്റ് ആനിമൽസിൽ നിന്നാണ്, ലൈക്ക് പിഗ്, കാറ്റിൽ, ഇവരുടെയൊക്കെ പാൻക്രിയാസിൽ നിന്നാണ് നമ്മൾ ഇൻസുലിൻ ഐസൊലേറ്റ് ചെയ്ത് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പം ടെക്സ്റ്റ് ബുക്കിൽ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, ഞാനത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ മറ്റ് അനിമൽസിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് സോഴ്സിൽ നിന്നും ഇൻസുലിൻ ഉപയോഗിക്കുമ്പോൾ അത് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കില്ലെന്ന്. നമ്മുടെ ബോഡിയിൽ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുമോ? തീർച്ചയായിട്ടും അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കും, അല്ലെ? ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസസ് ഉണ്ടാക്കും. അപ്പോൾ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കും എന്നത് ഒരു കാര്യം. അതുപോലെ തന്നെ എത്തിക്കൽ ഇഷ്യൂസ്, മറ്റ് ഓർഗാനിസംസിൽ നിന്നും ഈ ഹോർമോൺ ഐസൊലേറ്റ് ചെയ്യുക എന്നതിലുള്ള എത്തിക്കൽ ഇഷ്യൂസ്, അതൊക്കെ കൊണ്ട് നമ്മൾ ഓൾട്ടർനേറ്റീവ് സോഴ്സസിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഇവിടെയാണ് നമ്മൾ റീകോമ്പിനന്റ് DNA ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തത്. അതായത് ഈ ഇൻസുലിൻ കോഡ് ചെയ്യുന്ന ജീനിനെ നമ്മളൊരു ബാക്ടീരിയത്തിൽ ക്ലോൺ ചെയ്യാൻ വിട്ടു. ഇൻസുലിൻ കോഡിങ് ജീൻ അതിനൊരു ബാക്ടീരിയത്തിൽ ക്ലോൺ ചെയ്യാൻ വിട്ടു. ബാക്ടീരിയത്തിൽ ക്ലോണിങ് നടന്നപ്പോൾ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ നടന്നു. ആ ഇൻസുലിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്തു. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പോയിന്റ്, now imagine if bacterium were available that could make human insulin, suddenly the whole process becomes so simple, alle? You can easily grow a large quantity of the bacteria and make as much insulin as you need. നമുക്ക് ആവശ്യമുള്ളത്ര ഇൻസുലിൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇഫ് എ ബാക്ടീരിയം ഈസ് അവൈലബിൾ ഫോർ ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡക്ഷൻ. അത് അവൈലബിൾ ആയതുകൊണ്ടാണല്ലോ നമ്മൾ ഇൻസുലിൻ പ്രൊഡക്ഷൻ ഇങ്ങനെ നടത്തുന്നത്, അല്ലെ? ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, think about whether insulin can be orally administered to diabetic people or not. Why? ഇൻസുലിൻ നമ്മൾ ഓറലി കൊടുക്കുകയാണോ ചെയ്യുന്നതെന്ന്? ഓറലി ആണോ കൊടുക്കുന്നത്? അല്ല, നമ്മൾ ഇൻജക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെ? ബ്ലഡിലോട്ട് ഇൻജക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇൻസുലിൻ നമുക്ക് ഓറലി കൊടുക്കാൻ പറ്റാത്തത്? ബിക്കോസ് ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ഹോർമോൺ ആണ്, ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. അപ്പൊ നമുക്ക് അറിയാം, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഓരോ റീജിയനിൽ കൂടെ കടന്നു പോകുമ്പോഴും ഫുഡിന്റെ ഡൈജഷൻ നടക്കുന്നു, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സോ ഇൻസുലിൻ ഒരു പ്രോട്ടീൻ ഹോർമോൺ ആയതുകൊണ്ട് നമ്മൾ ഓറലി എടുത്തു കഴിഞ്ഞാൽ സ്റ്റൊമക്കിൽ എത്തുമ്പോൾ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് വന്നിട്ട് എന്ത് ചെയ്യും? ഇൻസുലിനെ ഡൈജസ്റ്റ് ചെയ്യാൻ തുടങ്ങും, അല്ലേ? അതിനെ ഡിഗ്രേഡ് ചെയ്യും. അങ്ങനെ അതിന്റെ ഫംഗ്ഷൻ പെർഫോം ചെയ്യാനായിട്ട് അതിന് പറ്റത്തില്ല. സോ നമ്മൾ ഇൻസുലിൻ ഡയറക്ട്ലി ബ്ലഡിലോട്ട് ഇൻജക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സിൻസ് ഇറ്റ് ഇസ് എ പ്രോട്ടീൻ ഹോർമോൺ. ആൻഡ് ഞാൻ പറഞ്ഞായിരുന്നു, നേരത്തെ നമ്മൾ ഇൻസുലിൻ ഐസൊലേറ്റ് ചെയ്തെടുത്തിരുന്നത് മറ്റ് ആനിമൽസിന്റെ പാൻക്രിയാസിൽ നിന്നായിരുന്നു, ലൈക്ക് കാറ്റിലിന്റെയും പിഗ്സിന്റെ ഒക്കെ പാൻക്രിയാസിൽ നിന്നായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചൊരു കുഴപ്പം എന്ന് പറയുന്നത് അത് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കും, അല്ലെ? ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസസ് ഉണ്ടാക്കും എന്നാണ്. അങ്ങനെയാണ് നമ്മൾ
റീകോംബിനന്റ് DNA ടെക്നോളജി വഴി ഇൻസുലിൻ പ്രൊഡക്ഷൻ നടത്തുന്ന കാര്യത്തിലേക്ക് വന്നത്. ഇനി ഇൻസുലിന്റെ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ ഇൻസുലിൻ ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ 2 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആണ് ഉള്ളത്. 2 ചെയിൻസ്. സോ ഇറ്റ് ഈസ് ഡൈമർ. ഇൻസുലിൻ ഡൈമർ ആണ് കേട്ടോ. 2 പെപ്റ്റൈഡ് ചെയിൻസ്. ഒന്നാമത്തെ ചെയിൻ എ ചെയിൻ, രണ്ടാമത്തത് ബി ചെയിൻ. ഇങ്ങനെ 2 ചെയിൻസ് ആണ് ഇൻസുലിൻ ഉള്ളത്. അപ്പോൾ ഈ പെപ്റ്റൈഡ് ചെയിൻ എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്? അമിനോ ആസിഡ്സ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഒരു ചെയിൻ നോക്കുമ്പോൾ അതിലെന്താണുള്ളത്? അമിനോ ആസിഡ്സ് ജോയിൻ ടുഗദർ ബൈ പെപ്റ്റൈഡ് ലിങ്കേജ്. അതാണല്ലോ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും അമിനോ ആസിഡ്സ് ജോയിൻ ടുഗദർ ബൈ പെപ്റ്റൈഡ് ലിങ്കേജ്. ഇങ്ങനെയുള്ള 2 ചെയിൻസ് ആണുള്ളത്. ആൻഡ് ടോട്ടലി ഇൻസുലിനകത്ത് 51 അമിനോ ആസിഡ്സ് ആണുള്ളത്. 51 അമിനോ ആസിഡ്സ്. ചെയിൻ എയിൽ 21 അമിനോ ആസിഡ്സും ചെയിൻ ബിയിൽ, ഇത് ബി ചെയിനിൽ 30 അമിനോ ആസിഡ്സും. ചെയിൻ എയിൽ 21 അമിനോ ആസിഡ്സ്, ചെയിൻ ബിയിൽ 30 അമിനോ ആസിഡ്സ്, ടോട്ടലി 51 അമിനോ ആസിഡ്സ്. ഓക്കെ, ഇതാണ് ഇൻസുലിന്റെ സ്ട്രക്ചർ കേട്ടോ. ഇൻസുലിന്റെ സ്ട്രക്ചർ പറയുമ്പോൾ 2 പെപ്റ്റൈഡ് ചെയിൻസ് അതിലുണ്ട്, എ ചെയിനും ബി ചെയിനും. എ ചെയിനിൽ 21 അമിനോ ആസിഡ്സും ബി ചെയിനിൽ 30 അമിനോ ആസിഡ്സും, ടോട്ടൽ 51 അമിനോ ആസിഡ്സ്. ഇനി ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ സിന്തസൈസ്ഡ് ആകുന്നത് ഒരു പ്രോ ഹോർമോൺ ആയിട്ടാണ്. പ്രോ ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ അല്ലാത്ത ഹോർമോൺ. ഇറ്റ് ഈസ് നോട്ട് എ ഫങ്ഷണൽ ഹോർമോൺ, ദാറ്റ് ഈസ് ഇൻആക്റ്റീവ് ഹോർമോൺ. പ്രോ ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഇൻആക്റ്റീവ് ഹോർമോൺ ഓർ നോട്ട് എ ഫങ്ഷണൽ ഹോർമോൺ. ഇത് പ്രോസസ്ഡ് ആയിട്ടാണ് ഒരു ഫുള്ളി മെച്യൂർ ആൻഡ് ഫങ്ഷണൽ ഹോർമോൺ ആയിട്ട് മാറുന്നത്. മനസ്സിലായോ? പ്രോ എൻസൈമിന്റെ കേസിൽ നിങ്ങൾ പഠിച്ചതാണല്ലേ. പ്രോ എൻസൈം എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവ് എൻസൈം ആണ്, ഒരു ഫങ്ഷണൽ അല്ലാത്ത എൻസൈം ആണ്. അതിന് പ്രോസസ്സിങ് നടന്നിട്ടാണ് അത് മെച്യൂർ സ്റ്റേജിലോട്ട് അല്ലെങ്കിൽ ഫുള്ളി ഫങ്ഷണൽ സ്റ്റേജിലോട്ട് വരുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് ഇൻസുലിൻ ഫോം ചെയ്യുന്ന ഒരു പ്രോ ഹോർമോൺ ആയിട്ടാണ്, ഐ മീൻ ഇനാക്റ്റീവ് ഹോർമോൺ ആയിട്ടാണ്. അങ്ങനെ ഒരു സ്റ്റേജിൽ, ഒരു പ്രോ ഹോർമോൺ സ്റ്റേജിൽ ഇൻസുലിന് 3 ചെയിൻസ് ഉണ്ടായിരിക്കും, 3 പെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ആ ചെയിൻസ്? എ ചെയിൻ ഉണ്ട്, ദിസ് ഇസ് എ ചെയിൻ, ദിസ് ഇസ് ബി ചെയിൻ. ടെക്സ്റ്റ് ബുക്കിലെ ബ്ലൂ കളറിൽ കൊടുത്തേക്കുന്നത് എ ചെയിൻ, ഗ്രീൻ കളറിൽ കൊടുത്തേക്കുന്നത് ബി ചെയിൻ. ആൻഡ് എ ചെയിനെയും ബി ചെയിനെയും കൂടെ കണക്ട് ചെയ്തിട്ട് വേറൊരു ചെയിൻ, ദാറ്റ് ഈസ് സി ചെയിൻ. അപ്പൊ പ്രോ ഹോർമോൺ സ്റ്റേജിൽ ഇൻസുലിന് 3 പെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ട്, എ ചെയിൻ ബി ചെയിൻ. ആൻഡ് എ ചെയിനെയും ബി ചെയിനെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് സി ചെയിൻ ഓർ സി പെപ്റ്റൈഡ്. ഇനി ഈ പ്രോ ഹോർമോണിന് ഓർ പ്രോ ഇൻസുലിന് പ്രോസസ്സിങ് നടന്ന് അത് മെച്യൂർ ഇൻസുലിൻ ആയിട്ട് മാറും. അങ്ങനെ മെച്യൂർ ഇൻസുലിൻ ആയിട്ട് മാറുമ്പോൾ അതിൽ സി ചെയിൻ ഉണ്ടാകത്തില്ല, സി പെപ്റ്റൈഡ് ഉണ്ടാകത്തില്ല. സി പെപ്റ്റൈഡ് വിൽ ബി റിമൂവ്ഡ്. ഓക്കെ, ഇതാണ് മെച്യൂർ ഇൻസുലിൻ. അതിൽ എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡും മാത്രമേ ഉണ്ടാകത്തുള്ളൂ, സി പെപ്റ്റൈഡ് ഉണ്ടാകത്തില്ല. സി പെപ്റ്റൈഡ് വിൽ ബി റിമൂവ്ഡ്. ആൻഡ് ഈ എ പെപ്റ്റൈഡിനെയും ബി പെപ്റ്റൈഡിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഡൈസൾഫൈഡ് ലിങ്കേജസ് ഉണ്ടായിരിക്കും, ഡൈസൾഫൈഡ് ബോൺസ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ആ പോയിന്റ്സ് ഒന്ന് വായിക്കാം. ഇൻ മാമൽസ് ഇൻക്ലൂഡിംഗ് ഹ്യൂമൻസ്, ഇൻസുലിൻ ഈസ് സിന്തസൈസ്ഡ് ആസ് എ പ്രോ ഹോർമോൺ like a proenzyme. The pro hormone also needs to be processed before it becomes fully mature and functional hormone, which contains an extra stretch called the C peptide. അപ്പോൾ പ്രോ ഹോർമോണിൽ, പ്രോ ഇൻസുലിനിൽ ഒരു എക്സ്ട്രാ പെപ്റ്റൈഡ് ഉണ്ട്, ദാറ്റ് ഈസ് സി പെപ്റ്റൈഡ് അല്ലേ. This C peptide is not present in the mature insulin and is removed during maturation into insulin. The main challenge for production of insulin using rDNA technique was getting insulin assembled into a mature form. അതായിരുന്നു മേജർ ചലഞ്ച് എന്ന് പറയുന്നത്. മെച്യൂർ ഫോമിൽ ഇൻസുലിനെ അസംബിൾ ചെയ്ത് കിട്ടുക എന്നാണ് rDNA ടെക്നോളജി വഴി ഇൻസുലിൻ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ നമ്മൾ ഫേസ് ചെയ്ത ഒരു ചലഞ്ച്. ഓക്കെ, ഇൻ 1983 ഇയർ നോട്ട് ചെയ്യണം കേട്ടോ. ഇൻ 1983 ഒരു അമേരിക്കൻ കമ്പനിയാണ് അല്ലേ, ഏലി ലില്ലി കമ്പനി. Eli Lilly, an American company, prepared 2 DNA sequences corresponding to A and B chains of human insulin and introduced them in plasmids of E. coli to produce insulin chains. Chains A and B were produced separately, extracted and combined by creating disulfide bonds to form human insulin. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു പിക്ചറൈസേഷൻ ഞാൻ താഴെ കൊടുത്തേക്കുന്നത്. rDNA ടെക്നോളജി വഴി നമ്മൾ ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ നമുക്ക് അതിൽ 2 ചെയിൻസ് മാത്രം മതി. ബിക്കോസ് വി നോ ദാറ്റ് മെച്യൂർ ഇൻസുലിന് 2 ചെയിൻസേ ഉള്ളൂ അല്ലേ.
നമ്മുടെ ബോഡിയിൽ സിന്തസൈസ്ഡ് ആകുമ്പോഴാണ് ഫസ്റ്റ് ഇൻസുലിൻ പ്രോ ഇൻസുലിൻ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതും ആൻഡ് ഫൈനലി ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെച്യൂർ ഇൻസുലിൻ. അപ്പോൾ നമുക്ക് ഇവിടെ മെച്യൂർ ഇൻസുലിൻ പ്രൊഡക്ഷൻ നടത്തിയാൽ മതി. സോ വി നീഡ് ഓൺലി 2 ചെയിൻസ്, എ ചെയിൻ ആൻഡ് ബി ചെയിൻ, എ പെപ്റ്റൈഡ് ആൻഡ് ബി പെപ്റ്റൈഡ് അല്ലേ. അപ്പൊ ഏലി ലില്ലി കമ്പനി എന്താണ് ചെയ്തത്? അവര് ഈ എ ചെയിനെയും ബി ചെയിനെയും കോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള 2 DNA സീക്വൻസസ് സിന്തസൈസ് ചെയ്തെടുത്തു. കെമിക്കലി സിന്തസൈസ്ഡ് DNA സീക്വൻസസ് എന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ആർട്ടിഫിഷ്യലി 2 ജീൻ സീക്വൻസസ് ഉണ്ടാക്കിയെടുത്തു. 1 ഫോർ എ പെപ്റ്റൈഡ് ആൻഡ് 1 ഫോർ ബി പെപ്റ്റൈഡ്. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഇൻസുലിനെ കോഡ് ചെയ്യുന്ന ജീൻ ഇരിക്കുന്നത് ക്രോമോസോം 11ലാണ് കേട്ടോ. ക്രോമോസോം 11. നമ്മൾ RDNA ടെക്നോളജി വഴി ഇൻസുലിൻ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ 2 DNA സീക്വൻസസ് സിന്തസൈസ് ചെയ്തെടുത്തു. 1 ഫോർ എ പെപ്റ്റൈഡ് ആൻഡ് 1 ഫോർ ബി പെപ്റ്റൈഡ്. ഓക്കെ, അപ്പൊ ഇതാ ഈ കൊടുത്തേക്കുന്നത് DNA സീക്വൻസ് ഫോർ എ പെപ്റ്റൈഡ് ആൻഡ് ദിസ് ഇസ് DNA സീക്വൻസ് ഫോർ ബി പെപ്റ്റൈഡ്. എന്നിട്ട് നമ്മൾ സെപ്പറേറ്റ്ലി ആണ് ഈ ചെയിൻ പ്രൊഡക്ഷൻ നടത്തുന്നത്, ഒന്നിച്ചല്ല. ഓക്കെ, ഇനി നമ്മൾ ഈ DNA സീക്വൻസസിനെ പ്ലാസ്മിഡ്സിലോട്ട് കൊണ്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. റീകോമ്പിനന്റ് DNA ടെക്നോളജിയുടെ സ്റ്റെപ്സ് ഒന്ന് റിഫ്രഷ് ചെയ്താൽ മതി. അപ്പോൾ സെപ്പറേറ്റ്ലി ആണ് നമ്മൾ കൊണ്ട് ഒട്ടിക്കാൻ പോകുന്നത്. 2 സീക്വൻസസും ഒറ്റ ഒരു പ്ലാസ്മിഡിലല്ല കൊണ്ട് ഒട്ടിക്കുന്നത്. DNA സീക്വൻസ് ഫോർ എ പെപ്റ്റൈഡ്, എ പെപ്റ്റൈഡിന് വേണ്ടിയിട്ടുള്ള DNA സീക്വൻസ് ഒരു പ്ലാസ്മിഡിലോട്ട് കൊണ്ട് ഒട്ടിച്ചു, ഈക്വൽ എ പ്ലാസ്മിഡിലോട്ട് കൊണ്ട് ഒട്ടിച്ചു. ആൻഡ് ബി പെപ്റ്റൈഡിന് വേണ്ടിയിട്ടുള്ള DNA സീക്വൻസ് വേറൊരു പ്ലാസ്മിഡിലോട്ട്, ഈക്വൽ എ പ്ലാസ്മിഡ് തന്നെയാണ്, അതിലേക്ക് കൊണ്ട് ഒട്ടിച്ചു. ഓക്കെ, ഇനി എന്താണ് ഈ റീകോമ്പിനന്റ് പ്ലാസ്മിഡിനെ നമ്മൾ ഹോസ്റ്റ് സെൽസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഹോസ്റ്റ് സെൽസ് ലൈക്ക് ഈക്വലൈ സെൽസിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഈക്വലൈ സെൽസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ റിക്കോമിനന്റ് പ്ലാസ്മിഡും റെപ്ലിക്കേറ്റ് ചെയ്തുള്ളൂ. അതായത് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റും ക്ലോൺ ചെയ്യപ്പെട്ടുള്ളൂ അല്ലെ. നമ്മുടെ ജീന്റെ ക്ലോണിങ് നടക്കും. നമ്മുടെ ജീൻ എന്ന് പറയുന്നത് ഇൻസുലിനെ കോഡ് ചെയ്യുന്ന ജീനാണ്. അതായത് എ പെപ്റ്റൈഡിനെ കോഡ് ചെയ്യാനുള്ള DNA സീക്വൻസ് ക്ലോൺ ചെയ്ത് കിട്ടും. അതുപോലെ ബി പെപ്റ്റൈഡിനെ കോഡ് ചെയ്യുന്ന DNA സീക്വൻസ് ക്ലോൺ ചെയ്ത് കിട്ടും. എന്നിട്ട് നമ്മൾ പ്രോഡക്റ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. എക്സ്ട്രാക്ഷൻ ഓഫ് ദ പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡും ആണ് അല്ലെ. അപ്പോൾ എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡും സെപ്പറേറ്റ്ലി പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എ പെപ്റ്റൈഡിനെയും ബി പെപ്റ്റൈഡിനെയും തമ്മിൽ കമ്പൈൻ ചെയ്യിപ്പിക്കണം ബൈ ഡൈസൾഫൈഡ് ബോൺസ് അല്ലെ. 2 പെപ്റ്റൈഡ്സും തമ്മിൽ ഡൈസൾഫൈഡ് ബോൺസ് വഴി കണക്റ്റഡ് ആണ് ഇൻസുലിന്റെ കേസിൽ. സോ വിൽ ഗെറ്റ് ഹ്യൂമൻ ഇൻസുലിൻ ഓർ ഹ്യൂമുലിൻ. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ നമുക്ക് ഇൻസുലിൻ മെഡിസിൻ കിട്ടി ബൈ റീകോമ്പിനന്റ് DNA ടെക്നോളജി. ഇത് നമുക്ക് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇൻജെക്ട് ചെയ്ത് കൊടുക്കാം. സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ ബൈ ബൈ.